അപ്പോൾ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒറ്റ നില വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കി തീർന്ന് നമുക്ക് റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ആക്ച്വലി നമുക്കൊരു വില്ല പ്രോജക്റ്റ് ആട്ടോ. അപ്പോൾ ഇത് നമുക്ക് പ്രാവച്ചമ്പല ബൈപ്പാസിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഒരു ഏരിയയിലാണ്. ശിവജിപുരം എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു വീട് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഏകദേശം ഒരു 3-4 വീടുകളൊക്കെ സെയിലായി ഇവിടെ ആൾത്താമസവും കാര്യങ്ങളൊക്കെ ഉള്ള റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. 3.5 സെൻറ്റ് സ്ഥലത്ത് 825 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു വീടാണ്. നമുക്ക് ഇത് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്കൊരു വീടിൻ്റെ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. വീടിന് 2 എൻട്രൻസ് നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. രണ്ടാമത്തെ എൻട്രൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 എൻട്രൻസ് വരുന്ന ഒരു അടിപൊളി വീട് കൂടെയാണ്. അപ്പോൾ വീടിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടും ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് തന്നെയാണ് നമുക്ക് വരുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. എന്നാലും നല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്ത് തീർത്ത ഒരു മനോഹരമായ വീട്. ഒരു കാറിലൊക്കെ സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലെ ഒരു കുറച്ച് ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 2 പടി വരെ നമുക്ക് എൻട്രൻസ് ആയിട്ട് നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള സിറ്റ് ഔട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു എൽ ഷേപ്പ് മോഡൽ സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ആണ് നമുക്ക് ഈ ഒരു എലിവേഷൻ്റെ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഫ്രണ്ട് ഡോർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലാവിൻ ഈ ഒരു തടിയിലാണ് നമുക്ക് ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കടക്കാം. അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര നല്ല വിശാലമേറിയ ഒരു നമ്മളെ ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസാണ്. 16x20 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയ ആണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണത്. ഈ കാണുന്നതാണ് വീടിൻ്റെ TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. TV യൂണിറ്റെല്ലാം എല്ലാം നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് ഏരിയ എല്ലാം ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആക്കിയാണ് ചെയ്തേക്കുന്നത്. പ്രീമിയം രീതിയിലുള്ള ഫ്ലോറിങ് കാര്യങ്ങൾ തന്നെയാണ്, ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സ്പോട്ട് ലൈറ്റ് ആണ് നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ നമുക്ക് വരുന്നത് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയോട് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടീഷൻ വർക്ക് നമുക്ക് വരുന്നുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു വർക്കാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ പ്ലസ് കിച്ചൺ ആണ് നമുക്ക് ചെയ്തേക്കുന്നത്. നല്ലൊരു യുണീക്ക് സംഭവമാണ് നമുക്ക് ഈ ഒരു കാര്യം. നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും ഡൈനിങ് ഏരിയയ്ക്കും അതുപോലെ തന്നെ കിച്ചണിനുമായിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. 20x12 ഡയമെൻഷൻ വരുന്ന നമുക്ക് ഡൈനിങ് ഏരിയ പ്ലസ് ലിവിങ് ഏരിയ കോൺസെപ്റ്റാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. സൈഡിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് ചെയ്തിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്ക് അതുപോലെ തന്നെ പാനൽ വർക്ക് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയ പ്ലസ് കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റിലെ വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. ഇതിൽ നമുക്ക് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഒരു വീടിൻ്റെ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. നമുക്കെല്ലാം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും കൊടുത്ത് തന്നെയാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ അടിപൊളിയായിട്ട് നല്ല വിശാലമേറിയ സ്പേസ് ഉൾപ്പെടെ നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറൽ പ്രിൻറ്റിങ് കാര്യങ്ങൾ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി കാണുന്ന വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു ചുമര് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ചെയ്തേക്കുന്നത്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്.
ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x12 ഡയമെൻഷനാണ് ഈ റൂം സൈസ് വരുന്നത്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ഉള്ള ഒരു ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രാവച്ചമ്പലത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ശിവജിപുരം എന്നുള്ള സ്ഥലത്ത് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള 2 BHK വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മളിപ്പോൾ കണ്ടത്. 3,600 സെൻറ്റ് സ്ഥലത്ത് 825 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 35 ലക്ഷമാണ് നമുക്ക് ചോദിക്കുന്നത്. 35 lakhs ആണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ സെപ്പറേറ്റ് ലിവിങ് ഏരിയ, സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ, 2 ബെഡ്റൂം വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീട്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ആസ്കിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ടോ എന്ത് ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലോൺസും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.